എല്ലാവർക്കും നമസ്കാരം. പ്രകാശധാര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ ജ്യോതിഷപരമായും നമ്മുടെ നിത്യജീവിതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നിത്യജീവിതത്തിൽ ഐശ്വര്യവർദ്ധനവിനുള്ള ആചാരങ്ങളെക്കുറിച്ച് അല്പം സംസാരിക്കാം. മനുഷ്യർ ആദികാലം മുതൽ തന്നെ ആചരിച്ചു വരുന്ന നിത്യകർമ്മങ്ങൾ, മറ്റു കർമ്മങ്ങൾ എല്ലാം പരമ്പരാഗതമായി ആചരിച്ച് വിശ്വസിച്ച് ആചാരങ്ങൾ ആയിത്തീർന്നതാണ്. അവ ഇക്കാലത്തും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. അതിൽ നമ്മുടെ ഋഷീശ്വരന്മാർക്കാണ് പ്രശംസനീയമായ സ്ഥാനം. അവരാണ് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകി ആചാര അനുഷ്ഠാനങ്ങൾക്ക് അടിത്തറ പാകിയത്. അതുമാത്രമല്ല, അതിൻ്റെ സൗധം കെട്ടിപ്പൊക്കി അത് എപ്രകാരം സൂക്ഷിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ബോധിപ്പിച്ചു. ആദിമനുവിൻ്റെ കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ആചാരവിശ്വാസങ്ങളെ രൂപപ്പെടുത്തി ഇന്നത് ചെയ്യണം, ഇന്നത് അവശ്യം ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് വിധിച്ചു. മനുസ്മൃതി എന്ന ഗ്രന്ഥരൂപത്തിൽ അത് ബോധ്യപ്പെടുത്തുന്നു. മനുവിൻ്റെ ആ ശാസനങ്ങൾ അറിഞ്ഞ ആചാര്യന്മാർ അത് തലമുറകൾക്ക് അറിയിച്ചു. അവയിൽ നിത്യം ചെയ്യേണ്ടവ, ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചെയ്യേണ്ടവ, പൊതുവെ എല്ലാ മനുഷ്യരും ആചരിക്കേണ്ടവ, ഓരോ ജാതിമതസ്ഥരും ആചരിക്കേണ്ടവ എന്നൊക്കെ പ്രത്യേകമായും അറിയിക്കുന്നുണ്ട്. ഇവിടെ ഗൃഹ ഐശ്വര്യം വർദ്ധിക്കാൻ നിത്യം പ്രഭാതം മുതൽ ഒരു ദിവസം മുഴുവൻ ആചരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ പറയുന്നു. രാത്രിയിലെ അന്ത്യയാമം വരെയുള്ള സമയം നിശബ്ദമായ അന്തരീക്ഷമാണ്. പ്രകൃതിയിലെ ആ ശാന്തസമയം മനസ്സിനും ശാന്തത നൽകുന്നതാണ്. ആ സമയത്തെ ഇളം തെന്നൽ മലയപർവ്വതത്തിൽ നിന്നും വരുന്നതാണ്. ആ കാറ്റിന് ഔഷധ ഗുണമുണ്ട്. ആ കാറ്റേറ്റാൽ ശരീരത്തിലെ നാഡീഞരമ്പുകൾക്ക് ബലം വർദ്ധിക്കും, മേനി കുളിർമ കിട്ടും, ഊർജസ്വലത കൂടും, പ്രവർത്തനശേഷി വർദ്ധിക്കും, ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കും. അതിനാൽ സൂര്യോദയത്തിനു മുൻപ് തന്നെ ഉണരണം. ഉണർന്നാൽ പോരാ, എഴുന്നേൽക്കണം, കർമ്മണ്യരാകണം. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ മനുഷ്യൻ നിദ്ര വിട്ട് എഴുന്നേൽക്കണം. അത് അവൻ്റെ ആരോഗ്യത്തിനും കർമ്മത്തിനും ആയുസ്സിനും തന്നെയും നല്ലതാണ്. സാധാരണ മനുഷ്യൻ രാത്രിയുടെ 4-ാം യാമത്തിൻ്റെ പകുതിയിൽ എഴുന്നേൽക്കണം. 4-ാം യാമം 3 മണിക്കാണ് തുടങ്ങുന്നത്. യോഗികളും തപസ്വികളുമെല്ലാം 3 മണിക്ക് ഉണരുന്നു. 4-ാം യാമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ. സാധാരണക്കാർക്ക് അത്രയും സാധ്യമല്ലെങ്കിലും 4:30-5 മണിയോട് കൂടി ഉണരാവുന്നതാണ്. സൂര്യോദയത്തിനു മുൻപ് തന്നെ നിദ്ര വിട്ട് എഴുന്നേൽക്കണമെന്നാണ് വിധി. ബ്രഹ്മമുഹൂർത്തം വളരെ വിശേഷമാണ്. ഏതു കർമ്മത്തിനും എന്തു കർമ്മത്തിനും വിശേഷമാണ്. ഇനി എങ്ങനെ എഴുന്നേൽക്കണം? അതിനും വിധിയുണ്ട്. ഉണർന്നാലുടൻ നീണ്ടു നിവർന്ന് കിടക്കണം. പിന്നെ
സാവധാനം വലത്തോട്ട് തിരിഞ്ഞ് പതുക്കെ എഴുന്നേൽക്കണം. മനുഷ്യ ശരീരത്തിന് ചുറ്റും 2 കാന്തിക വലയങ്ങൾ ഉണ്ട്. അതിലൊന്ന് വലതേ കാലിൽ നിന്നും ശിരസിലേക്കും ശിരസിൽ നിന്ന് കാലിലേക്കുമായി പ്രദക്ഷിണ ദിശയിൽ ഉള്ളതുമാണ്. അടുത്തത് ഇടതുവശത്തുകൂടി വലത്തോട്ടും വലതുവശത്തു നിന്നും പിന്നിൽ കൂടി ഇടതുവശത്തേക്കുമാണ്. ഈ കാന്തിക വലയത്തിൻ്റെ ഗതി അനുസരിച്ചാണ് ശരീരത്തിൻ്റെ സംവിധാനം ദൃഢപ്പെടുന്നത്. മറിച്ചായാൽ സംവിധാനത്തിന് തടസ്സമാകാൻ സാധ്യതയുണ്ട്. ഉണർന്ന് ശരീരം നേരെ നിർത്തി മനസ്സ് ഉപബോധാവസ്ഥയിൽ നിന്നും ബോധതലത്തിൽ എത്തണം. അപ്പോഴേ ഉണർവ് ശരിയാകും. മനസ്സ് ശരീരത്തിൻ്റെ സ്തംഭമാണ്. മനസ്സു നേരെ നിന്നില്ലെങ്കിൽ കർമ്മശേഷി കുറയും. അതാണ് ചിലർ എഴുന്നേറ്റാലുടൻ പറയും, ഓ ഇന്നെനിക്ക് തീരെ വയ്യ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്താണതിനു കാരണം? മനസ്സ് നേരെയല്ല എന്നതാണ് അതിനർത്ഥം. മനസ്സ് നേരെയല്ലെങ്കിൽ ഒന്നും നേരെയാവില്ല. മനസ്സ് നേരെയാവണമെങ്കിൽ ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ട് ഉണർവ് ശരിയാകണം. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉണർന്ന് എഴുന്നേറ്റ് അല്പനേരം ഇരിക്കണം. പിന്നെ പതുക്കെ കൈപ്പടം നിവർത്തി ദേവിയെ സ്മരിക്കണം. അതിനൊരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതോ ഗൗരി, പ്രഭാതേ കരദർശനം. ലോകത്തിൽ എല്ലാ ജീവികൾക്കും ശക്തി പകരുന്നത് ദേവിയാണ്. ആ ദേവി ശക്തി സ്വരൂപിണിയാണ്. എല്ലാം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. കൈകൊണ്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതിന് കൈക്കു ശക്തി തരുന്ന ദേവിയെ സ്മരിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിലെ വായുസ്പർശത്താൽ കൂടുതൽ ഉണർവ് കിട്ടുന്നു. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ ശരിയാകുകയും കർമ്മശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് പറയാനുള്ളത്. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ഉണർന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി. ഏവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.